ഇപ്പോഴും സ്നോഫോൾ ഉണ്ട്. ഇവിടെ ഫുള്ള് സ്നോ ആണ്. ഇത് ഭയങ്കര സ്നോ ആണല്ലോ. കുറച്ച് വെള്ളമുള്ളൂ അതിനകത്ത്. ഇവിടെ താറാവ് കിടന്ന് നീന്തുവാണ്, ബാക്കിയെല്ലാം ഫ്രോസൺ ആയിട്ട് കിടക്കുവാണ്. സൺവേഴ്സി ചക്രത്തിന്റെ അങ്ങോട്ട് പോവുകയാണ്. Good. How are you? Good, good. Good, bro. Yeah. Welcome to Rush. Thank you. 8:44, 8:50. ഹായ് ഓൾ. ഞങ്ങളിന്ന് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പിന്നെ കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യാനും വേണ്ടി പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങുകയാണ്. അതിനുശേഷം ഇന്ന് ഞങ്ങൾക്ക് റൂമിൽ ചെക്കൗട്ട് ചെയ്തിട്ട് രാത്രി ഞങ്ങൾക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ട്രെയിനുണ്ട്. സോ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. എന്തൊക്കെ ഉള്ളതെന്നുള്ള അവിടെ ചെന്ന് നോക്കാം, ചെന്നിട്ട് അറിയാം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുള്ള. ആൻഡ് ഇന്ന് മോർണിംഗ് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ട് ഇവിടെ. ആൻഡ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകൾ കാണിച്ചാൽ നമ്മൾ ഫസ്റ്റ് കോട്ടേജ് ചീസ് കാസറോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എന്തോ കേക്ക്സ് ആണ്. ഇതെന്തോ ഇത് ക്രോസോൺ പോലത്തെ ഒരു സാധനം. നിങ്ങളുടെ സാധനം എഗ് ആണോ? വേണ്ട, സോർ ക്രീം ട്രൈ ചെയ്യാം. സോർ ക്രീം എടുക്കുക. മോസ്കോയിലുള്ള ഫേമസ് സംഭവമാണ് ഈ സോർ ക്രീം. ഇത് നമ്മുടെ ഫൂല് പോലെ ഉണ്ട്. കുറച്ച് സ്വീറ്റ് കോൺ. മതി. മിക്സ്ഡ് നോക്കാം. എനിക്ക് കുറച്ചിട്ടേക്ക് കുറച്ചുകൂടെ. പിന്നെന്താ ഉള്ളത്? ഇതിന്നൊരു പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ട്, ട്രൈ ചെയ്യാം. പൊട്ടാറ്റോ വേണോ? എനിക്ക് പൊട്ടാറ്റോ വേണ്ട, കോളിഫ്ലവർ. കോളിഫ്ലവറോ? സോസേജ് മതി. ബോൾഡ് സോസേജ്. ഒരു പീസ് കൊണ്ടിട്ടോ. ഞാനോ? എഗ് വേണോ? വേണോ? നീ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ. ഇത് വേണോ? സ്ക്രാമ്പിൾഡ് എഗ് വേണ്ട വേണ്ട. ഷുവറാണോ? ഷുവർ. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ, ടേസ്റ്റ് ഒക്കെ. സ്ക്രാമ്പിൾഡ് എഗ് എടുക്കുന്നു. ഇത് വേണോ? കെച്ചപ്പ് എടുക്കല്ല? കെച്ചപ്പ് എടുത്തു. എനിക്ക് വേണ്ട കെച്ചപ്പ്. ഞാൻ കെച്ചപ്പ് പേഴ്സണാ. മിൽക്ക് ഉണ്ട്, ആപ്പിൾ റാസ്ബെറി ജ്യൂസ്, മിൽക്ക് ഫ്രൂട്ട് ജ്യൂസ്, കറൻ കോംടി, ഡ്രൈഡ് ഫ്രൂട്ട് കോംടി. ഞാനൊരു ഡ്രൈ ഫ്രൂട്ട് കോമ്പോട്ട് ഇത് നോക്കട്ടെ. ഇത് ആൽക്കോളിക് അല്ലല്ലോ? അല്ലല്ല, ജ്യൂസ് അല്ലേ പറഞ്ഞ? ട്രൈ ചെയ്യട്ടെ. എനിക്കേതാ വേണ്ടത്? എനിക്ക് മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് മതി. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. കോമ്പോട്ട് എന്നാ തോന്നുന്നു. മൾട്ടി ഫ്രൂട്ട് ജ്യൂസോ? അതെ. Cheers. Страх уменьшается.
Тревожность уменьшается. Сплошные плюсики. Но кто от этого откажется? Пожалуй, никто. А как показывает статистика, россияне не отказываются ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പൊട്ടാറ്റോ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ ഫുഡല്ല, ഒരു ഒരു ക്യാൻഡ് സ്റ്റൈല്. На многие сейчас наверняка собираются на работу. Это логично. И даже те, у кого есть автомобили, кстати, подумают, не ഇത് поехать. ഫിഷാ? ടേസ്റ്റ് ഉണ്ടല്ലോ അത്. Зимой такое часто бывает. ഇത് ഫിഷാണ്. ഒരു ഫിഷ് ടേസ്റ്റ് ഫിഷാ. ഞാൻ ഫിഷ് കഴിക്കത്തില്ല. Если я вдруг потеряла куда-то билет свой, вот നമ്മൾ ഹോട്ട് ഡോഗ് ഉണ്ടാക്കണ പോലെ തന്നെ സെയിം. എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് തന്നെ. പക്ഷെ കുറവാണ്, വേറെ ഒന്നുമില്ല. ആക്ച്വലി നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഡേ 1 ഞങ്ങൾ സ്റ്റേ ചെയ്ത പാവലറ്റ്സ്കി എയറോ റൂമാണിത്. ബെഡ് വാസ് കംഫർട്ടബിൾ. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ നേരത്തെ എടുക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ TV ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് വ്യൂ വരുന്നത്. ഇവിടെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ നിന്ന് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നു, കപ്പ് നൂഡിൽസ്. സോ നല്ല തണുപ്പാണ്. ഇതാണ് വ്യൂ വരുന്നത്. ഇപ്പോഴും സ്നോഫോൾ ഉണ്ട് ഇവിടെ. ഫുള്ള് സ്നോ ആണ്, കാർ സ്നോ. പിന്നെ അത് മാത്രമല്ല, ഈ റൂമിൻ്റെ ഇവിടെ വിൻഡോൻ്റെ ഇവിടെ സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇതായിരുന്നു പരിപാടി. തണുത്തിട്ട് ആക്ച്വലി കുറച്ച് കോഫി ഷുഗറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ യൂസ് ചെയ്തു. പിന്നെ ഒരു കെറ്റിലുണ്ട്. കെറ്റിൽ ആക്ച്വലി ഭയങ്കര വൃത്തായിരുന്നു. കെറ്റിൽ സൂപ്പും നൂഡിൽസും കോഫിയും എല്ലാം ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഒരു കബേർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, വാർഡ്രോബ് തിങ്സ്. പിന്നെ ടോയ്ലറ്റ് വാസ് ഫൈൻ. ഇവിടെ ഇങ്ങനെയാണ് ഷവർ ഏരിയ വരുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട ടോയ്ലറ്ററീസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹെയർ ഡ്രയർ എല്ലാം ഉണ്ട്. ഇറ്റ് വാസ് നൈസ്. സോ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. സോ ഡേ 1 ഞങ്ങൾ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ഗോ ടു ബാങ്ക്. ഇവിടെ അടുത്തൊരു നോവിക് ബാങ്ക് കണ്ടു. അവരുടെ ട്രാൻസാക്ഷൻ റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്. നെറ്റിൽ കണ്ടത് $1 77 റൂബിൾസ് കിട്ടും. ഓക്കെ, ഇവിടുത്തെ കറൻസി റൂബിൾസാണ്. സോ അതിൻ്റെ $1 77 കണ്ട്. നമ്മൾ ബാങ്ക് പോയി നോക്കിയിട്ട് എത്ര കിട്ടുന്നുള്ളൂ നോക്കാം. അവിടുത്തെ വ്യൂ ഒന്ന് കാണിക്കാം. ഇപ്പോൾ സ്നോഫോൾ ഉണ്ട് ആക്ച്വലി. ഇന്നലെ ഞങ്ങൾ ഇതിലോട്ടൊന്ന് കറങ്ങിയായിരുന്നു. കൈൻഡ് ഓഫ് റെയിൻ പോലെ നനയുന്നുണ്ട്. ഇത് റെയിൻഫോൾ പോലെ തന്നെ ആക്ച്വലി. ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇത് ഭയങ്കര സ്നോണല്ലോ. എന്ത് ചെയ്യാ? സ്നോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിൽക്കാം. അവിടെ കണ്ടായിരുന്നത് ഫുള്ള് സ്നോ ആണ്. അവിടെ എന്തോ സ്നോ കണ്ട് ഇളക്കുന്നുണ്ടോ? അവിടെ നിന്ന് സ്നോ കണ്ട ഒരു ചെയ്യുക. സ്നോ മോളിൽ നിന്ന് തട്ടിക്കളയുക. ഉള്ള അതിൽ വലിയ കട്ടകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ തന്നെ ഗ്ലൗസ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൗസ് ഇല്ല അതിന് പറ്റൂല. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ജീനാണ്. ഇവളാണെങ്കിൽ ബോട്ടം ലൈക്ക് സ്റ്റോക്കിങ്സ് അത് ഒരു ഡേഞ്ചറാണല്ലോ. പെട്ടെന്ന് ഇത് കണ്ടോ, ഇത് ഡേഞ്ചറാണ് ഇവിടെ. ഞങ്ങൾ
ഇവിടെ നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു. ഇപ്പം ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു നമ്മളവിടെ മഴ പെയ്ത് ഓടി ചെറിയ പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ ഒരു ബാങ്കുണ്ട്. ഞങ്ങൾക്ക് എയർടെലിൻ്റെ ഇൻ്റർനെറ്റ് കിട്ടിയിട്ടുണ്ട്. റോമിംഗ് ഇൻ്റർനാഷണൽ റോമിംഗ് കയറ്റി കാരണം ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ള കൺട്രീസിലൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് നമുക്ക് 24 hours വേണം ഞങ്ങളുടെ കയ്യിലുള്ള മായ എന്ന് പറഞ്ഞൊരു ഇ സിം എടുത്ത് അതിൻ്റെ ഇ സിം ആക്ടിവേറ്റ് ആണെങ്കിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ പോയി നോക്കാം, ബാങ്കിൽ പോയി നോക്കാം ബാങ്കിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ പൈസ മാറുന്നു. സൈഡിൽ സ്നോ റോഡിൽ നിന്നൊക്കെ മാറ്റി വെക്കുന്ന സ്നോ ആയിരിക്കും. ചള്ളിയായിട്ടുണ്ട് സ്നോ നടന്നു പറഞ്ഞു. ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അത് ഡേ ടു ഡേ ലൈഫാണ്. കുറേ പേര് ഓരോ വർക്കിന് പോകുന്നതും സ്റ്റുഡൻസും അങ്ങനെ അവർക്കിത് നോർമൽ ലൈഫ്. ഓ ഇത് റിവറോ ലേക്ക് കേട്ടോ. അവിടെ കണ്ടോ ആ ഒരു ബ്രിഡ്ജ് കണ്ടോ? അതൊരു റിവറാണ് ആക്ച്വലി, കൈൻഡ് ഓഫ് ലേക്ക് പോലെ. അതിപ്പോൾ ഫുൾ സ്നോ ആയിട്ട് അങ്ങനെ കിടക്കുക. സോ ഇതാ പോലീസ് പോകുന്നത് കാണാം. ഇവിടുത്തെ ഒരു ലേക്കാണ്. ആപ്പാട് കുറച്ച് വെള്ളമുള്ളൂ. അതിനകത്ത് ഇവിടെ താറാവ് കിടന്ന് നീന്തുവാണ്. ബാക്കിയെല്ലാം ഫ്രോസണായിട്ട് കിടക്കുവാണ്. ഈ വാക്വേ എല്ലാം ഫ്രോസണാണ്. ഇതാണ് സ്ഥലം. ഇത് കണ്ടോ? ഞങ്ങൾ ഗ്ലൗസ് മാറി. നീ കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം. അതുകൊണ്ടിട്ട് പിന്നെ ഗ്ലൗസ് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നമുക്ക് ബാങ്കിൽ കയറി നോക്കാം. ഇതാ ബാങ്ക്. ഞങ്ങളിപ്പോൾ ബാങ്കിൽ പോയി കുറച്ച് ഡോളേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് റേറ്റ് കിട്ടിയത് 76.9. അതെ, നല്ല റേറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് $1 65 രൂപീസാണ് കിട്ടിയത്. ഇവിടെ 76.9. അത് മാത്രമല്ല ഇന്നലെ അതിനൊരു ട്രാൻസാക്ഷൻ ഫീ എന്നുണ്ട്, എക്സ്ചേഞ്ച് ഫീ എന്നുണ്ട്, അതും ഉണ്ടായിരുന്നു. എത്രയോ ഒരു 200 രൂപീസ് എക്സ്ട്രാ. ഇവിടെ നോറിക് ബാങ്കിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ റൂമിൽ തൊട്ടടുത്തായിരുന്നു. അതേപോലെ ഇവിടുത്തെ ബാങ്ക് നോക്കിയാൽ മതി. ഞങ്ങൾ പോയത് നോറിക് എന്നാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു, അങ്ങോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ ഒന്നും ആയില്ല. പിന്നെ നല്ല എക്സ്ചേഞ്ച് റേറ്റും കിട്ടി. 76.9. 77 എന്നാണ് കണ്ടത്. അത് 76. പക്ഷേ ബാങ്കിൽ നമുക്ക് ഓൺലൈനിലുള്ളതിനെക്കാട്ട് കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. ദാറ്റ് വാസ് ഗുഡ്. സോ ഇനി ആരെങ്കിലും കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവിടെ വന്നിട്ട് $US ആയിട്ട് വന്നാൽ മതി. ഇതിലൂടെ പോകാം, റോഡിലൂടെ. സോ $US ആയിട്ട് വന്നിട്ട് അത് എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യണ്ട. എയർപോർട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് വേണമെങ്കിൽ 100 നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് ചെയ്യും. ഒരു $100 എക്സ്ചേഞ്ച് എപ്പോഴും എയർപോർട്ടിൽ നിന്ന് ചെയ്യുന്നതല്ല, ഒരു സേഫ്റ്റിക്ക്. ഡേ 1 വേണ്ടിയിട്ട് ഇങ്ങനെ ബാങ്ക് കണ്ടെത്തുന്ന വരെ ബാക്കി ബാങ്കിൽ നിന്ന് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. 65 and 76.9. ഇനി ഞങ്ങൾക്കുള്ളത് റൂം വെക്കേറ്റ് ചെയ്യാനുണ്ട്. സോ ഇത് ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ട്രെയിനിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോവാണ്. സോ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ മേ ബി ബാഗേജ് അവിടെ വെച്ചിട്ട് ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ റെഡ് സ്ക്വയർ ആണ്, ക്രെംലിൻ പാലസ്, സെൻറ്റ് ബേസിൽസ് കാത്തഡ്രൽ, അങ്ങനെ മോസ്കോയിലെ ഫേമസ് പ്ലേസിലോട്ട് റെഡ് സ്ക്വയറിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആർബാത്ത് സ്ട്രീറ്റ് പ്ലാൻ ഉണ്ട്. ലെറ്റ്സ് സീ ഇങ്ങനെ ടൈമിനൊക്കെ നോക്കി. പിന്നെ എത്ര നേരത്തെ വരണം റെയിൽവേ സ്റ്റേഷനിൽ
11 o'clock റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും എത്തണം. സോ ദാറ്റ്സ് ടുഡേയ്സ് വ്ലോഗ്. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ആക്ച്വലി നമ്മുടെ റൂമിൽ വേറെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നത് ആ റൂമിൽ, ഐ മീൻ ആ ഹോട്ടലിലെ ആൾക്കാർ. ഞങ്ങൾ റൂം എടുത്തത് പവലറ്റ്സ്കി എയറോ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ റൂം എടുക്കാൻ സെൻ ഹോട്ടൽസ്, വേറെ സൈറ്റിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല. booking.com അങ്ങനെ മേക്ക് മൈ ട്രിപ്പ്, കാരണം അത് വാലിഡ് അല്ല. ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് സെൻ ഹോട്ടൽസ്. സോ അവിടെ നല്ല കുറച്ച് റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് പവലറ്റ്സ്കി എയറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പവലറ്റ്സ്കി എന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, മെട്രോ സ്റ്റേഷൻ ഉണ്ട്, എയർ എക്സ്പ്രസ് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അവിടുന്ന് ജസ്റ്റ് 2 minutes വാക്കുള്ളൂ ഇവിടേക്ക്. ആൻഡ് ഇവിടെ കുറേ ഫോറിനേഴ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. നല്ല പ്ലേസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. 12 മണിക്കാണ് ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈം വരുന്നത്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ചെക്കൗട്ട് ചെയ്ത് ബാഗ്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ബാക്ക് പാക്ക് മാത്രമായിട്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. എടുത്തോ 150 ഈച്ച്, പിന്നെ 150 റീചാർജ് ചെയ്തു. അപ്പോൾ 300. ഇനി ഇത് വർക്ക് ചെയ്യണം നോട്ടെ. എനിക്ക് കൈ വർക്കാവില്ല, ഞാൻ പോട്ടെ. $75 പോയല്ലേ? ഒരു ദിനപ്പോൾ 75 പോവോ? അപ്പൊ എന്തായാലും ഇതുള്ളത് 81 അല്ലെങ്കിലോ വലിയ ഡിഫറൻസ് ഇല്ലല്ലോ. 90. എങ്ങോട്ടാ പോയി താഴത്തൊക്കെ പറഞ്ഞല്ലോ. മോസ്കോ. ഓ ഇതാണ് മോസ്കോ മെട്രോ റെയിൽവേ. നല്ല രസമുണ്ടല്ലേ? നെവർ എൻഡിങ് പോലെ അല്ലേ? ഇതന്നെ എടുക്കല്ലോ കുറച്ച് ടൈം. ആരും നടക്കണമെന്നില്ല. ബാംഗ്ലൂർ എടുക്കണമെങ്കിൽ ഫുള്ള് റഷാണ്. പക്ഷെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ ഗ്ലൗസ് ഒക്കെ ശരിക്കും ആക്ച്വലി ഇവിടെ വന്ന് വാങ്ങുന്നത് പുറത്ത്. നാട്ടിൽ നിന്ന് നല്ല വിലയാ. ശരിയാ. അത് ക്ലോസ് ആയി. അടുത്ത നോക്കാം, നെക്സ്റ്റ് നോക്കാം. അണ്ടർഗ്രൗണ്ട് മെട്രോ അതാണെങ്കിൽ ഭയങ്കര സ്കേറി അല്ലേ? അതെ, ഫുള്ള് സ്കേറി. ഓൾഡ് മെട്രോ വൈബ്. ഞങ്ങള് മെട്രോയിൽ വന്നിറങ്ങി റെഡ് സ്ക്വയറിലേക്ക്. കാണും ഇവിടുത്തെ മെട്രോ. സെക്കൻഡ് സ്റ്റോപ്പായിരുന്നു മെട്രോ. ഞങ്ങൾ ഓൾഡ് ടൈപ്പ് മെട്രോ ആണ്. പിന്നെ കാർട്ട് നോക്കിയിട്ട് ഞങ്ങൾ സെക്കൻഡ് സ്റ്റോപ്പാണ് കണ്ടത്. പിന്നെ അത് കൺഫേം ചെയ്യാൻ ഞങ്ങൾക്ക് വന്നപ്പോൾ റെഡ് സ്ക്വയറിൻ്റെ ഇതും കണ്ടു. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി. ഇനി പോയി നോക്കണം. ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എക്സിറ്റ്. ആക്ച്വലി ഭയങ്കര ഇതാണ്. ഇവിടെ വന്നിട്ട് ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല. യാൻഡെക്സിൽ ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല. മെട്രോ ഭയങ്കര ഈസിയാണ്. ഈ ട്രോൾക്ക കാർഡ് എടുക്കുക, റീചാർജ് ചെയ്യുക, യാൻഡെക്സ് മാപ്പ് നോക്കിയിട്ട് പോവാം. കറക്റ്റ് ലൈന്, ഗ്രീൻ ലൈൻ അങ്ങനെ ഏതാ നോക്കിയിട്ട്. മോസ്റ്റ്ലി എല്ലാവരും ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത് ആക്ടിവിറ്റീസൊക്കെ കാണാനുള്ളത്. അപ്പോൾ അതെടുക്കുക, റീചാർജ് ചെയ്തിട്ട് വരിക. സ്റ്റോപ്പ് നോക്കിയാൽ മതി. 1 സ്റ്റോപ്പ് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണോ നോക്കി വെച്ചാൽ മതി. എസ്കലേറ്റർ ഭയങ്കര സ്പീഡാട്ടോ. നല്ല സ്പീഡില്ലേ? ഇത് സ്പീഡും ഉണ്ട് ഭയങ്കര. മേലൊക്കെ ഞാൻ നോക്കണില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ താഴെക്കോട്ട് നോക്കാൻ പേടിയാരാം. അത്ര വലുതാണ്. അടിപൊളിയാ. കാരണം പക്ഷെ ഇത് ഭയങ്കര കയറ്റമാണ്. നമ്മൾ കാണുന്ന പോലെ അല്ല. താഴോട്ടൊക്കെ എന്തൊരു പേടിയാ. ഭയങ്കര സ്റ്റെപ്പ്, നല്ല സ്റ്റെപ്പാണ് ഇത്. നമ്മള് ഇറങ്ങുന്ന പോലെ അല്ല ഇതിനകത്ത് കയറുന്നത്. ഇനി ഞങ്ങള് ഇവിടെ
എക്സിറ്റ് ആയി. റെഡ് സ്ക്വയർ. റെഡ് സ്ക്വയർ ആര് പറഞ്ഞ്? ഇവിടെയാണ് റെഡ് സ്ക്വയർ ഉള്ളത്. നടക്കാണ്ട് ഇനി കുറച്ചും കൂടി നല്ല ഇവിടെയൊക്കെ ഫുള്ള് വൈബ്. ഇത് ഇവിടുത്തെ ക്രിസ്മസ് വൈബ് പോയിട്ടില്ല. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോവാന്നാണ് എന്റെ അഭിപ്രായം. അതെ, ഇത് മറ്റേ ക്യാൻറ്റീനൊന്നല്ലല്ലോ. അറിയില്ല, നോക്കണം. സൂനിയേഴ്സ് ഇതാ. അവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് ആണ്. ഇവിടെ സൂനിയേഴ്സ് ഉണ്ട്. ആ ഓക്കെ, ഇതൊക്കെ ഫ്ലാഗ് നോക്കിട്ട് ഇവിടെ നൈസ് സാധനമാണ്. ഭയങ്കര ഇഷ്ടാ. നല്ല ലുക്കോ. നൈറ്റ് കാണാൻ നല്ല വൈബ് വരാം. നൈറ്റ് ഇവിടെ എന്തായാലും ഞങ്ങൾ വന്ന് കയറുന്നുണ്ട്. അടിപൊളിയാ. ആണ് റെഡ് സ്ക്വയറിന്റെ എൻട്രൻസ് വരുന്നത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസ്, എല്ലാം ഫ്രീസ് ആവുന്നു. കൈ വീണ്ടും ഫ്രീസ് ആവാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് ഊരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അത് കൈയൊക്കെ ഫ്രീസ് ആവാൻ തുടങ്ങി. ഇതിനുള്ളിൽ എന്തോ ചർച്ച് പോലെ എന്തോ ആൾക്കാരവിടെ പോയി പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്. ആ, ഇതിന്റെ ഇവിടെ ആയിട്ട് എന്തോ ഒരു സംതിങ് അല്ലേ? എന്തോ ഇവന്റ് നടക്കണ്ടോ? എന്തോ ഒരു മേള പോലെ നടക്കുന്നു. കെയർഫുൾ. ഇവിടെ എന്തിനാ ഇങ്ങനെ വെക്കണത്? ഇവർക്ക് ഐസിൽ പറ്റുന്ന സംഭവം എന്തെങ്കിലും ചെയ്തൂടെ? ഐസ് വന്ന് വീണ് തെന്നുമാണ്. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യും. അല്ല, നേരത്തെയൊക്കെ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് വീഴാതിരുന്നത്. അല്ലെങ്കിലൊക്കെ ഞങ്ങള് ഇവിടെ പടച്ചും തല്ലി വീണേ. പിന്നെ ദൂരെ അവിടെ സൺറൈസ് കത്തീഡ്രൽ മിനാരം കാണാം. അതിന്റെ ക്രിസ്മസ് ട്രീസ് അല്ലേ ഇവിടെ അല്ലേ പുട്ടി താമസിക്കുന്ന? ആണല്ലേ? ആ, ഇതാണ് ഇതിന്റെ അകത്താണ് നമ്മുടെ സാക്ഷാൽ സ്പേസ്. ഇവിടത്തെ ട്രീസ് ഒക്കെ ഉണ്ടോ? എല്ലാം ഫുഡിനെ കവേർഡാക്കി ഫുൾ സ്നോ. ഇവിടെ കുറെ ട്രീസ്. ഇതൊന്ന് കവർ ചെയ്യാം. ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷോപ്പിങ്ങില ഇതിനെക്കാട്ടി. ഇവിടെ ഇതാണ് ഫേമസ് തിങ്. ഈ ഡോളിന്റെ പേരെന്താ? ഡോളിന്റെ പേരറിയില്ല. ഇവിടെ മാഗ്നറ്റിനൊക്കെ 300 റൂബിൾസ് ആണ്. 300-250 റൂബിൾസ് ആണ്. ഇതെന്തോ നമ്മുടെ ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് പോലെ ഉണ്ടല്ലേ ഇതൊക്കെ. 400. For this one small 400. 3 piece. Wow. How much for this one? 1,200. 1,000. Это 1,000. 1,000. А здесь вот такая 600. 600. 4 piece. 4 piece. Okay. 1,000. 5 piece. Okay, we will come back. 5 piece. 600. 600? Да, вот. 400. 900. Мы сделали дисконт. Okay. 5 piece. 600. Okay, we will come back after visiting. ഇവിടുത്തെ കോഫിയുടെ ഒക്കെ സ്റ്റാൾസ് ആണ്. ഇത് കറങ്ങിയത്തോടെ. Actually. Good chocolate. Hello, what's up? What's up? What's up, bro? Good. Thank you, bro. How are you? Good. Good, bro. Yeah. Welcome to Rush. Thank you. വലിയ വ്ളോഗ് സമയത്ത് ഇത് കൊള്ളാം. തലയെ വെച്ചിട്ട് ഇതിന്റെ തലയെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാടെ. ഇത് നോക്കിയേ. ഇത് സാധിച്ചതാ? അല്ല. ഇതാ. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് ഇൻസ്റ്റാളേഷൻ ആണത്. ഇപ്പൊ മാറ്റിട്ടില്ല. അതെ,
ഇതെന്താ നോക്കണം? സ്ട്രേറ്റ് നമുക്ക് ഇത് കാണാം, സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ആണ്. കോൺ എവിടെടാ? ഇവിടെ എന്ത് സർക്കസ് പോലെയൊക്കെ എന്തുണ്ട്. വെയിലത്തേന്ന് പിക്ചർസ് മാറ്റാം. ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇടാമോ? ചോക്ലേറ്റോ? ചെസ്നട്ട് 500 10 പീസിന്. 500 വേണ്ട. വേണ്ട, ഇത് കൂടുതലാ. നോക്കിയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇപ്പൊ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ നല്ല റേറ്റ് ആയിരിക്കുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ഹോട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ടേസ്റ്റ് ഉണ്ട്. ചൂടാണോ? ചൂടുണ്ട്. അങ്ങനെയുണ്ട്. താങ്ക് യു. What is this called? It's a hot Christmas drink. Hot Christmas ring. Hot juices and spices mixed together. Pomegranate, grape and cherry. Okay. Pomegranate, grape and cherry. ഞങ്ങൾ നേരെ സെന്റ് ബേസിൽ കത്തീഡ്രലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അത് ഞങ്ങൾ ക്രെംലിന് കയറാമെന്ന് വിചാരിച്ചു. ഇന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ഇവിടെ. കുട്ടികളായിട്ട് വന്നാൽ നല്ല രസം. നമുക്കും പോകാം. എക്സ്പെൻസീവ് ആണ്. ക്രിസ്മസ് മാർക്കറ്റ് പോലത്തെ സംഭവം. സ്ലിപ്പാണ് നോക്കണം. നമ്മൾ നേരത്തെ വന്നതിനുള്ളത് ഒരു ലോലിപോപ്പിന് 200 rupees. That's it. റഷ്യയുടെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കിലാണ് വന്നിട്ടുള്ളത്, സെന്റ് ബേസിൽസ് കത്തീഡ്രൽ. സോ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് 1561 ക്യാപിറ്റലിലാണ് ആക്ച്വലി ബിൽഡ് ചെയ്തതാണ്. ആസ് യു ക്യാൻ സീ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ 7 മിനാരം, മിനാരം എന്ന് പറയുന്നത് മിനാരാന്ന് പറയുന്നത് ഗോപുരങ്ങൾ, 7 ഗോപുരങ്ങൾ കാണാം. ഈ 7 ഗോപുരം ആക്ച്വലി ഓരോ വിക്ടറിനെ സൂചിപ്പിക്കണതാണ്, ഓരോ വാറ്. അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയതാണ്. അതാണ് 7 മിനാരങ്ങളും ഡിഫറെൻറ്റ് ഷേപ്സ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോന്നോരോ ജോമെട്രിക്കൽ ഷേപ്സ് പോലെയാണ് വരുന്നത്. ഓരോന്ന് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ഈ 7 തിങ്സും അതാണ് സെന്റ് ബേസിൽസ് കത്തീഡ്രൽ. ഇവിടെ ആക്ച്വലി ഒരു കസാൻ വാർ എന്തോ പറഞ്ഞിട്ടുള്ളുണ്ട്, കസാൻ കനാത്ത് പറഞ്ഞിട്ടുള്ള. അതിൽ റഷ്യൻ്റെ വിക്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ സെന്റ് ബേസിൽസ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. റഷ്യൻ സ്റ്റേറ്റിൻ്റെ എക്സ്പാൻഷൻ പറയുന്നത്. ആൻഡ് ഈ സെന്റ് ബേസിൽസ് കത്തീഡ്രലിൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ബർമ ആൻഡ് വേറെ ഒരു പേഴ്സണാണ്, എക്സാക്ട്ലി ഞാൻ നോക്കുന്നില്ല. ഇതിൽ ഈ സെന്റ് ബേസിൽസ് കത്തീഡ്രലിൽ തന്നെ 9 ചാപ്പൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സെൻട്രലായിട്ട് ചേർച്ച് ഉണ്ട്, അതിൻ്റെ കൂടെ 9 ചാപ്പൽസ് ഉണ്ട്. നല്ല ഫ്രീസ്. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ടിക്കറ്റ് അവിടെ സെന്റ് ബേസിൽസ് കത്തീഡ്രലിൻ്റെ മിനിയേച്ചറാണ്. അതിൻ്റെ വേറൊരു നെയിമാണ് ഇൻ്റർസെഷൻ കത്തീഡ്രൽ. അതിൻ്റെ ഒരു സ്കെയിൽ മോഡലൊക്കെ കൊടുക്കണം. ആൻറ്റി ഇപ്പോൾ ഫുള്ള് പെയിൻറ്റിങ്സ് ആണ്. പിന്നെ ഒരു
ദ ടെറിബിളാണ്. അതായത് ഇവാൻ ദ ടെറിബിൾ പറഞ്ഞിട്ട് ഒരു ഇവാൻ ഫോർത്ത് എന്ന് പറഞ്ഞ ഒരു കിങ് ഉണ്ടായിരുന്നു. ഒരു 1534 സമയത്ത് ഭയങ്കര റഷ്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ പല സ്ലേവറി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതാണ് അയാളാണ് ആക്ച്വലി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഇതിൻ്റെ അതായത് കസാൻ ഖാനത്തിനുള്ളിൽ റഷ്യൻ ആർമി ജയിച്ചിൻ്റെ ഇത് ഗ്രേവിയാടാ അല്ല ഗ്രേവിയാടാ ഗ്രേവി. ഇവിടെയൊക്കെ പെയിൻറ്റിങ്സ് ഒരുപാടുണ്ട്. പെയിൻറ്റിങ്സ് എല്ലാം നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്സാണ് അല്ലേ. അതായത് പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് ഇതിൻ്റെ മീനിങ്സ് പ്രോഫിറ്റ്സ് മൂസ ഡാനിയൽ എലീഷ ജോൺ പിന്നെ ലാസ്റ്റ് പ്രോഫിറ്റ് ജെർമിയ കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ്സിൻ്റെ അത് പക്ഷേ എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഈ ഏരിയയിലാണ് മ്യൂസിയമാണ്. ഓ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടാണ്. പൊട്ടി വന്നുള്ളതിൻ്റെ നോക്കി ഇതിൽ 4130 കണ്ടാണ്. 4130 43 44 45 അത് മേലെ കണ്ടില്ലേ, ആ മേലുള്ള 4 പേരാണ് 4130 43 അങ്ങനെ. എൻ്റെ താഴെയൊക്കെ 30 എന്ന് പറയുമ്പോൾ ഫീസ്റ്റ് അങ്ങനെ നടത്തിയ ഓരോ ഫീസ്റ്റുകളുണ്ടാകും. കുറേ ഈ ക്യാപിറ്റലിൻ്റെ സെൻട്രൽ ചർച്ചാണ് ഹോളി മദർ ഓഫ് ഗോഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ കണ്ടില്ലേ ഈ വേണ്ടിട്ടൊരു സമയത്ത് ഒരു കസാൻ വാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് സക്സസ്ഫുൾ ആയി വന്നപ്പോഴതാണ്. പക്ഷേ ഇത് ഒറിജിനൽ ഡെക്കറേഷൻ അല്ല, ഇതതിൻ്റെ ഇമിറ്റേഷനാണ്. ഇവിടെ കാണിക്കുന്ന അൾട്ടാർ ടൈപ്പ് ക്രോസ്, പിന്നെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു സിൽവറായിട്ടുള്ളതാണ്. വേറെ ഗാർമെൻറ്റ്സ് സിൽവർ എംബ്രേസ്ഡ്. പിന്നെ ഓരോ ഹോളി മദർ ഓഫ് ഗോഡ് അങ്ങനത്തെ സാമ്പിൾസിൽ അവരുടെ ഓരോ ഫാബ്രിക്കിൽ പ്രിൻ്റ് ചെയ്ത ഐറ്റംസ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് മദർ ഓഫ് ഗോഡ്. പിന്നെ ഒരു ബുക്കുണ്ട് ആൾട്ടാർ ഗോസ്പൽ. ഇത് വുഡ് പേപ്പർ. പിന്നെ ക്ലോത്ത് കണ്ടില്ലേ, അത് വെൽവെറ്റാണ്. പിന്നെ സിൽവർ ലൈനിങ്സ് ഉണ്ട്. ബാപ്റ്റിസം അല്ല പറയാം, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് അതേപോലെ ബുക്ക്. പിന്നെ ഇതിൽ മോസ്റ്റ്ലി ഗോൾഡിന് കൊടുത്തിട്ടില്ല, സിൽവറിന് കൊടുത്തിട്ടുള്ളൂ. ഇത് ഗോൾഡല്ല അല്ല. ഇതുപോലെ ബുക്സും പ്ലേറ്റും കാര്യങ്ങളൊക്കെ. ഇതൊരു ടേബിൾ ക്രോസ്. ഇപ്പോൾ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗം ഗാലറീസിൽ പോവുക. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. ക്യാൻറ്റീൻ ഉണ്ടോ അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നോക്കണം, പോയി നോക്കണം, പോയി നോക്കാം. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അകത്തുനിന്ന് അതായത് കൈ മരവിച്ചിട്ടേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക്
നെറ്റ് കിട്ടി അല്ലേ? ഞങ്ങളുടെ ഈ സിം വർക്കായി ശരിക്കും. എക്സാക്ട് 24 hours കഴിയാതെ ആ സിം ഓൺ ആകൂല. അത് ഇവിടുത്തെ, പക്ഷെ ഞങ്ങൾക്ക് അതിനു മുമ്പ് എയർടെലിന്റെ ഓക്കെ ആയിരുന്നു, പിന്നെ STCയുടെ സിമ്മും ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ STCയുടെ എടുത്തില്ല, ഞങ്ങൾ എയർടെലിന്റെ ഒരു പാക്കേജ് എടുത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഗം ഗാലറീസിലേക്ക് പോയി. ഈ കാണുന്നതാണ് ഗം ഗാലറി. അവിടെ പോവുക, അവിടെ നിന്നുള്ള ഫുഡ് കഴിക്കുക, അതാണ് പ്ലാൻ. ഇവിടെ ഫുള്ള് എക്സ്പെൻസീവ് ഷോപ്സ് ആണ് ഉള്ളത്. ഒന്നും വായിക്കാൻ കഴിയില്ല. ബോസ്കോ കാസ് എല്ലാം വണ്ടി. തണുപ്പത്ത് ഐസ്ക്രീം വിൽക്കുന്ന കട. ഇത് ഭയങ്കര ഫേമസ് ഷോപ്പ് കണ്ടാകുന്നു. ഈ ഐസ്ക്രീം ഷോപ്പ് ₹80. ഐസ്ക്രീം ₹80. 158. ട്രൈ ചെയ്യാം. പിന്നെ ആദ്യം ചൂടാട്ടെ. നീ പഠിക്കാം. ഇതെന്താണ്? ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. നമുക്ക് തോന്നുന്നു ബോസ്കോ എക്സ്പെഡിഷൻ അങ്ങനെന്തൊക്കെയാണ് വായിക്കാം. മോസ്കോ. ബോസ്കോ മോസ്കോ 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 യാ. കോള് ചെയ്തോണ്ടിരിക്കാം സിസ്റ്ററിനെ. ഇതാണ് ഫുള്ള എന്റെ സിസ്റ്റർ. ഞാൻ ഇവിടുത്തെ ഡെക്ക് കണ്ടപ്പോ കാണിച്ചെടുത്തതാ. അതാ ഹായ് പറയണേ. വ്ലോഗിൽ കണ്ട് ഇവിടെ ചീപ്പ് ഫുഡ് കിട്ടും എന്നുള്ളൊരു ഇതിന് ഞങ്ങൾ പോകുന്നതാണ്. ഇതാണ് നമ്പർ 57. അതാണോ? തന്നെയാണോ? ഇത് അത്ര ചീപ്പൊന്നുമില്ല. വരുന്നത് ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. നമ്പർ 57 ക്യാൻറ്റീൻ. എന്താ സംഭവം അറിയില്ല. അത് നമുക്ക് ഇങ്ങനെ ഓരോ ആവശ്യമുള്ള ഫുഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചറിയാം. ഇവിടെ ചീപ്പ് ഫുഡാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കണ്ടത്. എത്ര ചീപ്പാന്ന് അറിയില്ല. ഞങ്ങൾ നോക്കിയിട്ട് പറയാം. ഇവിടെ വില എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഫസ്റ്റ് ഒന്ന് ടൂർ ചെയ്യാം. That's what I would say. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് കണ്ടത്. ഇത് ഡെസേർട്സ് ആണ്. ഇതൊക്കെ ഡെസേർട്ട് ആണോ? 350 500 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ജ്യൂസസ് 170. ഇതൊക്കെ സാലഡ്സ്. ഇത് കോണും ചിക്കൻ ഐറ്റംസ് ഇതൊക്കെ. ചിക്കൻ one buckwheat and one rice. One buckwheat and meatball. അത് വേറെ പ്ലേറ്റിലെടുത്തോ? ഓക്കെ, അവരെടുത്ത്. ഇത് മതി. വേണ്ടല്ലോ. ടൊമാറ്റോ സോസ് എടുത്തോളെ. വേണ്ട, അതിന് എഴുതി കൊടുക്കണേ. ഓക്കെ ഓക്കെ. ബക്വീറ്റ് meatballs. ഇത് റൈസും ഇത് ചിക്കനും, പിന്നെ ഇത് ബക്വീറ്റ്. ഇത് ഇവിടുത്തെ കൈൻഡ് ഓഫ് ഒരു റൈസ് ടൈപ്പ് സ്റ്റേപ്പിൾ ഫുഡാണ് ബക്വീറ്റ്. പിന്നെ ഇത് മീറ്റ് ബോൾസ്. ഇത്രയും ഐറ്റംസിന് വന്ന ബില്ല് ഇതാ 1080. ആക്ച്വലി ഇതിവിടെ ക്യാൻറ്റീൻ ടൈപ്പാണ്. ചീപ്പ് കണ്ട് വന്നതാണ്. 1080 കൈൻഡ് ഓഫ് ചീപ്പ് തന്നെയാണ് ബാക്കി പ്ലേസ് നോക്കിയാല്. സോ അതാണ് ഞങ്ങൾ എന്നാ കഴിക്കട്ടെ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. വൈബാണ്. എന്താ ഫുള്ളൊരു മാജിക്കൽ സ്റ്റൈല് കാര്യങ്ങളാണ്. എനിക്കൊരു ഹാരി പോട്ടർ വൈബൊക്കെ വരുന്നേ അല്ലേ? അതെ, ഫുള്ള് ഹാരി പോട്ടർ. ഇതിങ്ങനെ എയറിൽ നിൽക്കുന്ന കുറെ ലെറ്റേഴ്സ് എന്തല്ല സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ കുറെ ബുക്സ്, ഒരു വിന്റേജ് വൈബ്.
ആ ചെറിയ താങ്ക് യു പോരാ ഒന്നുകൂടി എടുക്കണ്ടോ How much? സോ ഒരു ചെറി ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ എനിക്ക് വട്ടാണെന്ന് എല്ലാവരും പറയും. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഐസ്ക്രീം വാങ്ങി കഴിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഐസ്ക്രീം. ഒരെണ്ണത്തിന് 150 രൂപ. നൈസ്. പക്ഷെ ഈ ഗം ഗാലറീസ് വരുന്നവരെല്ലാം ഈ സാധനം വാങ്ങുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഭയങ്കര ഫേമസ് ആണോ? എല്ലാവരുടെ കയ്യിലും ഈ സാധനം ഉണ്ട്. പിന്നെ ഇത് ഭയങ്കര ഫേമസ് ആണ്. 150 രൂപ ഇത് വർത്താണ്. കാരണം ആ ടേസ്റ്റ് അതേപോലെ ഉണ്ട് അല്ലേ? ഗമ്മിന്റെ ബോർഡ് ഇതാണ് ഗം ഗാലറി. 1893 ഉള്ള മോള. 1893 മോള് കുറച്ചൊരു മോഡേണൈസ്ഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത്ര ഹ്യൂജ് അല്ലായിരുന്നോ? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതെ, ഒന്ന് വാങ്ങിയാൽ നന്നായി. കാരണം ഇത് തിന്ന് തീർക്കാനും പാടാ. ഒരെല്ലാം ഉണ്ടാക്കി നേരത്തെ വെച്ചിരിക്കുന്നതാണ്. നമ്മളവിടെ ചെന്നിട്ട് ഏത് ഫ്ലേവർ ആണോ പറയുമ്പോഴത്തേക്ക് എടുത്ത് തരുവായിരുന്നു. ആ പിന്നെ ഒരു കാര്യം ചോദിച്ചു, ഫ്രീസറിൽ നല്ല വെച്ച് ആണോ? ചിലപ്പോൾ ഫ്രീസറിന്റെ ആവശ്യം ഉണ്ടാവില്ല, വെറുതെ എടുത്ത് വെച്ചിരിക്കും. ഇതാണ് ഇവിടെ കടയാണ്. ഇത് ഫുള്ള് ഇത് കണ്ടോ? ഇവിടെ ഫുള്ള് ഐസ്ക്രീമിന്റെ കടയാണ്. ഇത് ഇവിടെ ഒന്നുണ്ട്. ഇവിടത്തെ എല്ലാ മെയിൻ പോയിന്റിലും ഒരു കട പറ്റുമോ? ഇതേപോലത്തെ അമ്മച്ചിമാര് ഇന്ന് ഇതാക്കും. ഗമ്മി കൂടെ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നു. ഞങ്ങളിപ്പോ അർബാദ് സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ കാണുന്ന നേരത്തെ വന്ന സമയത്ത് കണ്ടായിരുന്നു ഒരു കാർണിവൽ സെറ്റപ്പ്. അത് കാണിച്ചിടാന്ന് വിചാരിച്ചു. വേണ്ടി വരും. അതെ, അവിടെയാണ് മതി. അത് കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്ന പോലത്തെ. അത് നമുക്ക് എല്ലാവർക്കും കയറി നിന്ന് കളിക്കാൻ പറ്റും അല്ലേടി? ഞങ്ങൾക്ക് നല്ല പ്ലാനുണ്ട് ഇതിൽ ഒരു വട്ടം കയറണമെന്നുള്ള. നോക്കാം ഇനി. ഇവിടെ ഫുള്ള് ഇത് 1945 ബിൽഡ് ചെയ്ത 1940 അല്ല ഇത് 1945 ബിൽഡ് ചെയ്ത മെട്രോ. അവിടെ 1945 വർക്കേഴ്സ് പോട്ടാ. ആ ഒരു ക്വാളിറ്റി നോക്ക്. നമുക്കിപ്പോ ഉണ്ട്. ഞങ്ങളിപ്പം അർബാദ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട്. അർബാദ് സ്ട്രീറ്റ് ഈസ് ബ്യൂട്ടി. അതെ, ഞങ്ങൾ വരുന്നതിന് മുമ്പ് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അടിപൊളി. ഞാൻ വിചാരിച്ചു അത് ക്രിസ്മസ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഡെക്കോ. പക്ഷെ അത് ഇപ്പോഴും ഉണ്ട്. സോ നല്ല എക്സൈറ്റഡ് ആണ്. ഇത് ജനുവരി വന്നാൽ മതിയായിരുന്നു, ഫെബ്രുവരിയിലേക്ക് വരണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അതുണ്ട്. സോ ലെറ്റ്സ് ഗോ. വാ. ഇത് ഇവിടെ മാൻഡ്രിയൻ ഫെസ്റ്റ് പോലത്തെ എന്തൊരു പരിപാടിയാണ്. ഓറഞ്ച് റിയൽ വൺസ് ഉണ്ടോ? ഇത് റിയൽ വൺസാ ആണോ? അല്ല, ഹാങ്സ്. ഇത് നോക്കുന്നത് റിയൽ അല്ലേ? അല്ല, ഹാങ്ങിങ്. ഇവിടെ ഒരു മാൻഡ്രിയന്റെ വെയിറ്റ് നോക്കുന്ന സാധനം. ഇത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അർബാദ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ അർബാദ് സ്ട്രീറ്റ്. മേ ബി ഇതിന്റെ പെട്ടെന്ന് നല്ല പിക്ക് എടുക്കല. ഈ മഞ്ഞൊന്നും ഹാങ്ങിങ്സ് അല്ല കേട്ടോ, അത് ഒറിജിനലാണ്. ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യണ്ട്. ബാക്കി ഏരിയയിൽ നിന്നൊക്കെ സ്നോ എടുത്തിട്ട് ഇവിടെ കൊടുന്നുകൊണ്ട് സ്നോ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കണ്ടത്.
ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടുത്തെ സുവനീർ ഷോപ്സാണ്. നമുക്ക് കയറി നോക്കാം. ഇതെന്തോ 51 രൂപയോ? ഏയ് 51 നമ്പർ ഇതൊന്നും അയക്കുക. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും കയറി നോക്കാം നമുക്ക്. വാ. ഇതാണ് മോസ്കോഡ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. എത്ര രൂപ ഇത് ഉള്ളത്? 750, 450, and the rest are 150. Any piece you see is 150, only this is 150, this is 400. This is 100. 150 as well. ഇതൊക്കെ 100. What about this one? 400, 400, 400. All the same price. And this is different, this is more expensive. This is expensive. Yeah. More expensive. It's not expensive, just More. higher price. Yeah. Can you go inside? Okay. ഇവിടുത്തെ ചോക്ലേറ്റ്. This, what you see here, is milk chocolate here, and each piece, like you see this drawing, it has a magnet inside that looks like the drawing. For example, I'll show it to you. It will look like this. Wow. And this is my favorite chocolate. It's very tasty, and you will love it if you take it. How much for this one? 350. 350. Yeah. This also has a magnet? No, this one does not have magnet. Just Only- like only this- individual. Yes, this has magnet, and these ones have magnet. The magnet is basically this piece. What you see here, this is the magnet, So, and these are chocolates? 12 pieces of chocolate. Yes, also milk chocolate, and this is also milk chocolate, and 12 pieces as well. Like there's a piece, and there's another one behind. it. And this is the magnet. Okay. I never tasted it, so I have no idea if it's good or not. But as far as people said, it's very That's tasty. So I'm just saying what people say. Or this is new. We have it here, the Alyonka. I mean, the Alyonka has always been Alyonka all the time, but we got this one new, Okay. and this one as well. This is all milk chocolate, but like different tastes. For example, this is the original. This with peanuts. This is with hazelnut. This is with candle candy or something. This is with nuts, and this I don't know what to call it, like dried fruit. Yeah. And this is with nuts only. This is extra milk, and this one with caramel. That way. Something else? Maybe these ones here are dark chocolate. This is milk. This is milk. The rest are dark. And what else? This is also like the same, like this, just a very big size. And over here, you see 12 pieces of chocolate, also milk. One magnet. What? Magnet is there inside. No, with no magnet. Just, Only just What about this small things? Dolls. the matroshka. Okay, What is it called? matroshka. Matrosh. Little mother. How much for the smaller one? This smallest piece is 12,000. Oh. This ones are expensive. I mean, it depends on the piece. Like for example, there are some pieces that are very cheap. Like I can show you this one, for example. This is for 2,000 only. Okay. And very beautiful. How many pieces? 5. 5 pieces. Yes. Okay. Oh wait, no, actually, yes, this is 5. 5. There are something like example. This is the traditional. Like I'm just taking it as an example. This is the traditional face of the Okay. matroshka. And like the first ones that they made it looked like this, and they started to like this. This one have 5 pieces. This is 4. This is 3. This is 6 or 7. I don't remember. This is your color. Depends on the piece. Like each piece has its own price, its own quantity of pieces, something like that. We will have a look and we'll come Okay, back. have a look.
ഇതൊക്കെ ഇവിടുത്തെ എക്സ്പെൻസീവ് സോനേഴ്സ്. ഇതൊക്കെ As you see, you're a guardian. What are your sons? we are planning to do some vlogs. So, this is something kind of traditional also in Russia. It's called Fabergé egg. In the past, they used to make it as a decoration, but they used emerald and kind of beautiful stones, real ones like emerald, gold, silver, stuff like that, and diamonds sometimes. There are only 7 real pieces in the world, and they all exist in Russia. Oh, But I have no idea where in Russia. yeah. Yes. So they continued making it, but just as a decoration, and they are very cheap. For example, this piece, like small piece here, over 6,000. There are like bigger pieces with more pieces inside, like something like this. You see, it's kind of like a wagon. They used to use it in the past. And some pieces have clocks, as you see over there. Some pieces have this kind of like a castle over here. Some pieces are empty, so you could put whatever you want to put inside of it. Some pieces have these people, kind of I like photo. royal family. Royal family, Yes. okay. So this is like old style thing. Yes, this is an old style. Yes. Some pieces. And these things are you like gifted to emperors or like? Yes, they used to give it as a gift for the emperors. Basically, they used to call Caesars, not emperors. Okay. Some pieces, you put it, you tilt it from the downside, and then you put it. It will make some music and rotate. They are very beautiful, super decorative. And as you can see here, necklaces. They also the same shape, but necklace or earrings. Earrings. Okay. ഒരാളെ നോക്കണ്ടേ? അടിപൊളി സാധനങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോ നല്ല കളക്ഷൻസ് ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വന്ന് വാങ്ങാം. ഇതൊക്കെ These here are all the warriors from the old times. Like most of them are in the past, in the old times of Russia, when it was not called Russia. It was called like people of Rus. okay. How much for this miniatures? What? How much for one piece? Depends. Well, depends on the piece itself. Okay. Some pieces are very cheap. Some pieces are just higher price. Okay. ചോക്ലേറ്റ് മേടിച്ചാലേ മറ്റേ മാഗ്നറ്റ് ഉള്ള കേട്ടോ കാണിച്ചു. This is you've been to Red Square, right? Yeah. So they made this piece. It's very beautiful, right? Yes. And you start it from the back, from the downside. It will keep rolling and rolling and then make music. This is kind of playing very slow, so I will choose another one. Wow, this is good. This is so good. We will have some chocolate. Chocolate. Yeah. That's it. Just we are going by this way, and we will just stop by. Yeah. Alright. And we will go around and we will come Okay, back. go around and come back. ये chocolate ആണ്. So, which kind of chocolate do you like? One with the magnets. Yeah. Okay, so as I said, each one has a magnet that looks like it's drawing. For example, this one has its own drawing like this. ഇവിടെ ഇത് നോക്കിയാണ്. ഇതെടുക്കണോ? ഒന്ന് പറയാം. ഒന്ന് വരാം. ഞങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് എടുത്ത് ഒരു 350 രൂപ പ്രൈസ് വരുന്നതാണ്. Just totally natural without anything, without sugar. സോ ഞങ്ങൾക്കൊരു ജെല്ലി വിത്ത് ചോക്ലേറ്റ് പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ തന്നെ അടിപൊളിയുണ്ട്. ഒരു ജെല്ലി കോട്ടഡ് വിത്ത് ചോക്ലേറ്റ്. ഞങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങി. ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറിയത്. അതായത് 350 രൂപയെന്ന് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് 200 രൂപ. നല്ല കളക്ഷൻ ഉണ്ട്. അർബാദ് സ്ട്രീറ്റിന് വന്ന് സ്ട്രെയിറ്റ് കാണുന്ന ഫസ്റ്റ് ഷോപ്പാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു അർബാദ് 51 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ്.
ഇറ്റ്സ് ആക്ച്വലി ഗുഡ്, യു ക്യാൻ ട്രൈ. ഇവിടെ അത്യാവശ്യം പ്രൈസൊക്കെ പറഞ്ഞു തന്നെ അവർ നമ്മളെ കാണിക്കും. അത്യാവശ്യം പ്രൈസ് പറഞ്ഞു. ഇതിനകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്. 350 എന്നാ പറഞ്ഞു, 200 കിട്ടി. എനിക്ക് അത്രയും കാണത്തില്ലായിരിക്കും. പിന്നെ അത് കുറേ നമുക്ക് കുറേ ഡിസ്ക്രൈബ് ചെയ്ത് കുറേ തന്നു. എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ. അതെ, ഇവിടെ നിറച്ച് സുവനീർ ഷോപ്സ് ഉണ്ട്. പക്ഷെ ഇനി ഞങ്ങൾ ഒന്നിലും കയറി ട്രാപ്പിൽ പെടുന്നില്ല. കാരണം കയറിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ. ഇനി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണേ. ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കാം. തല വെക്കാം. എല്ലാത്തിലും തല വെച്ച് കൊടുക്കുന്ന ഞങ്ങൾ ഇതിനകത്തും തല വെക്കുന്നു. അവിടെ നിന്നാ കൊച്ചിനെ ഓടിച്ചു വിട്ട്. കയറിക്ക് കയറിക്ക്. ഇതിനകത്താരും താത്തു താത്തു കാണുന്നുണ്ട്. ഓക്കെ, കുറേ ജ്വല്ലറി ഷോപ്സ് ഉണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഭയങ്കര ക്യൂ ആയിട്ട് നോക്കിയേ. ആ, ഒരു തിങ്ങ് കാണിക്കാനുണ്ട്. വാട്ടറൊക്കെ ഫ്രോസൺ ആയിട്ട് ഐസായിട്ടിരിക്കുക. ആ സാധനത്തേക്ക് കയറണം. അതിപ്പം ബാക്ക് സൈഡാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ എൻ്റെ ഫ്രണ്ട് സൈഡിൽ ചെന്നിട്ട് കയറണം. ഇത് നമ്മുടെ വെയിറ്റ് നോക്കും ഇവിടെ ഇരിക്കുന്ന സാധനത്തിനകത്ത്. അർബാദ് സ്ട്രീറ്റിൽ വന്നിട്ട് വൺ ഓഫ് ദ മെയിൻ തിങ്സ് അട്രാക്ഷനാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാരും ചെയ്യാതെ പോകും തോന്നുന്നില്ല. ഇത് വന്നിട്ട് നമ്മുടെ വെയിറ്റിനനുസരിച്ച് എത്ര മാൻഡറിൻസ് നടക്കും. നമ്മുടെ വെയിറ്റ് എത്ര ഈക്വൽ ടു മാൻഡറിൻസ്. സോ അവിടെ നമുക്ക് താഴെ കുറച്ച് മാൻഡറിൻസ് കാണാം. നീ ഇയാളുടെ നോക്കാം. ഇത് 911 മാൻഡറിൻസ് ആണ് ഇയാളുടെ വെയിറ്റ്. ഇനി ലുലുവിൻ്റെ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. ഇതൊരു 1500 ഉണ്ട്. $844, $850. എത്ര കിട്ടണം? 994 മാൻഡറിൻസ്. 994. എനിക്കൊന്നും ഇവിടെ കയറിയാൽ ഇല്ല. അവൻ്റെയൊക്കെ 1000 വന്നിട്ടുണ്ട്. അർബാദ് സ്ട്രീറ്റിൽ മാത്രമല്ല, റഷ്യയുടെ ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ മോസ്കോയിൽ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും ഇപ്പോഴും ഒരു ക്രിസ്മസ് വൈബാണ്. ഒരു ഡിസംബർ എന്ന ഫീൽ അല്ലേ? ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ക്രിസ്മസ് ജാനുവരിയിലാട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും. ഇവിടെ ആൻഡ്രിയൻ്റെ ഷേപ്പിലുള്ളൊരു കഫേ സംതിങ് ആണ്. കാണാൻ അടിപൊളിയാണ് ഇത്. പിന്നെ ഇവിടുന്ന് മൊത്തത്തിൽ ഈ ഒരു ഷേപ്പാ സ്പോഞ്ച. എന്തായാലും അർബാദ് സ്ട്രീറ്റിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ട്രെയിനുള്ളതാണ്. സോ ഇനി റിട്ടേൺ ചെയ്യേണ്ടതാണ്. സോ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ട്രെയിൻ എങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ രാത്രി ഈ ട്രെയിനിൽ കയറിയതാണ്. ഒരു 12:40 ആയപ്പോഴത്തേക്ക് ട്രെയിനിൽ കയറി. ട്രെയിനാണെങ്കിൽ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ട്രെയിൻ കയറാൻ നേരത്തേക്ക് നമ്മുടെ പാസ്പോർട്ട് വയ്ക്കാൻ നമ്മൾ പാസ്പോർട്ട്, അതെ
ടിക്കറ്റ് നോക്കിയില്ല, നമ്മുടെ പാസ്പോർട്ട് മാത്രം ഞാൻ കയ്യിലോട്ട് കൊടുത്തോളൂ. അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നെയിം നോക്കിയിട്ടുണ്ടോ? അതെ. പിന്നെ ഞങ്ങൾ വന്നു, തിരക്കായിരുന്നു, കുറച്ച് തിരക്ക് മീൻസ് ആൾക്കാർ റഷ്യൻ കാര്യങ്ങളായിരുന്നു. പിന്നെ ലൈറ്റ് ഇല്ല, അതെ, പിന്നെ ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഇതാണ് ഫുൾ സ്നോ ആണ്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ള് സ്നോ ആണ്. നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആണ്. അതായത് ഞങ്ങളിപ്പോൾ എത്താറായി, ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്താറായി. ഇപ്പം ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എത്തും. ഞങ്ങൾ ട്രെയിനിൽ വെച്ചിട്ട് നൈറ്റ് പോയിട്ട് കുറച്ച് കോഫിയും നൂഡിൽസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ നമുക്ക് പാൻട്രി പോലെ ഒരു സെറ്റപ്പ്, സ്മോൾ മിനി പാൻട്രി പോലെ ഉണ്ട്. അതെ, ചോദിച്ചാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ ഹോട്ട് വാട്ടർ കിട്ടും. അതെ, നല്ല ഹോട്ട് വാട്ടർ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൂപ്പ്, നൂഡിൽസ്, കോഫി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതെ. പിന്നെ ഇന്നത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ബെഡിങ് കാര്യങ്ങൾ അതൊക്കെ, ബെഡിങ് പില്ലോസ് അതൊക്കെ നല്ല തിക്ക് വൺസ് ആൻഡ് ഞങ്ങൾ കയറിയ തേർഡ് ക്ലാസ്. നല്ല വ്യൂ ആണ്. വിൻഡോ നല്ല ക്ലീൻ ആണ്. അല്ല, നമ്മൾ തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തത്. ഇത് തേർഡ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു. തേർഡ് ക്ലാസ് ടിക്കറ്റാണ്. ഇവിടെ വരുന്ന സീറ്റിംഗ് സ്ലീപ്പർ ആണ്. നമ്മുടെ സ്ലീപ്പർ ആണ് ഇവിടെ. ബാക്കി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്ലാസ് അത്യാവശ്യം നമ്മളവിടുത്തെ ഒരു 2 AC 1 ACൻ്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടുത്തെ സ്ലീപ്പർ. പിന്നെ വാഷ്റൂംസ് ഒക്കെ നീറ്റാണ്. എല്ലാം നീറ്റായിരുന്നു. പിന്നെ മറ്റൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേപ്പേഴ്സ് ആണുള്ളത്, ആരീഷ് മാത്രമേ ഉള്ളൂ. സോ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാഴ്ചകളും അടുത്ത ദിവസത്തെ വീഡിയോയിലുണ്ടാവും. സോ ഇതാണ് ഞങ്ങളുടെ ഡേ 2 ഫ്രം മോസ്കോ ആൻഡ് ഫ്രം മോസ്കോ ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ജേർണി. ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാഴ്ചയിലേക്ക് കാണാം. ബൈ. ഓക്കെ, ബൈ.